കഴിഞ്ഞ ദിവസം ഗ്രോസറി പർച്ചേസിന് പോയപ്പോൾ കണ്ണിലുടക്കിയതാണ് ഈ ഉണ്ടച്ചീനെ. മറ്റാർക്കും നിന്നെ വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞ് അപ്പം തന്നെ ഞാൻ ഇവളെ അങ്ങ് എടുത്തു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ പോരാ, എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം തന്നെ ഇവളെ വെച്ചുണ്ടാക്കണ്ടേ. അപ്പോൾ വേറെ റെസിപ്പി നോക്കാം. അതിനായി ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് ഇത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് ചെറിയൊരു സവോള കുനുകുനാന്നരിഞ്ഞത്, അരമുറി തക്കാളി ചെറുതായി അരിഞ്ഞത്, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില. ഇനി ആദ്യം മിക്സ് ചെയ്ത് വെച്ച മല്ലിയും മുളകും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കത്രിക്ക ചെറു തീയിൽ വെച്ച എല്ലാ സൈഡും ഇതുപോലെ കറക്കി ചൂട് പിടിപ്പിച്ച് ചുട്ടെടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ സ്മാഷ് ചെയ്തെടുത്ത് ഇനി ഇത് നമ്മുടെ മുട്ട മിക്സിലേക്ക് നന്നായി കോട്ട് ചെയ്ത് വെച്ച് ഇനി ഒരു ഗ്രിൽ പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ എഗ് മിക്സിൽ കോട്ട് ചെയ്ത് വെച്ച കത്രിക്ക ഇട്ട് കൊടുത്ത് ചെറു തീയിൽ തിരിച്ചും മറിച്ചിട്ട് ഗ്രിൽ ചെയ്തെടുത്താൽ ബ്രിഞ്ചാൾ എഗ് ഓംപ്ലേറ്റ് റെഡിയായി. എരിയും ഉപ്പും പുളിയുമുള്ള മസാല ഓംപ്ലേറ്റിൻ്റെ കൂടെ ഗ്രിൽ ചെയ്തെടുത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള കത്രിക്കായും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി ഈ ഉണ്ടച്ചീനെ കണ്ടു കിട്ടിയാൽ എന്തായാലും വിട്ടുകളയല്ലേ. ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.